കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളുമായി അന്വേഷണ സംഘം കർണാടകയിൽ. പ്രതികൾ സ്വർണം പണയം വെച്ച ഉടുപ്പിയിലെ കടകളിൽ തെളിവെടുപ്പ് നടത്തും. കേസിലെ മൂന്നാം പ്രതി റൈനോൾഡ് ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളുമായി അന്വേഷണ സംഘം ഏതായാലും കർണാടകയിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുറ്റം സംബന്ധിച്ച പ്രതികൾ ഏതായാലും കൊലയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങൾ, ഒപ്പം തന്നെ തലയണ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പോലീസിനെ. ഇനിയിപ്പോൾ കർണാടകയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവിടെ അന്വേഷണം നടക്കുക? പ്രതികളുമായി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പോലീസ് ചോദിച്ചറിയുക? അനഘ. ശ്രുതി, ഇന്നലെ രാത്രിയോടെയാണ് അന്വേഷണ സംഘം ഈ സുഭദ്ര കേസിലെ 1ഉം 2ഉം പ്രതികളായിട്ടുള്ള മാത്യൂസ്, ഷർമിള ഇവരുമായി തെളിവെടുപ്പിനായി കർണാടകയിലേക്ക് തിരിച്ചത്. റോഡ് മാർഗമാണ് ഈ സംഘം ഈ പ്രതികളുമായി കർണാടകയിലേക്ക് തിരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ സംഘം കർണാടകയിൽ എത്തിയിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ഉടുപ്പിയിൽ എത്തുക. ഉടുപ്പിയിൽ ഈ സുഭദ്രയിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഈ പ്രതികൾ വിവിധ ഇടങ്ങളിൽ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കടകളിൽ എത്തിച്ച പ്രതികളെ തെളിവെടുപ്പും മാത്രമല്ല, ഈ കൃത്യം നടത്തിയതിനു ശേഷം, അതായത് സുഭദ്രയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതികൾ ഒളിവിൽ പോയത് ഈ കർണാടകയിലെ ഷർമിളയുടെ സുഹൃത്തിന്റെ വീട്ടിലാണ്. അവിടെ നിന്നാണ് ഈ പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കം. ആ വീടും ഉടുപ്പിയിലാണ്. അവിടെയും പ്രതികളുമായി അന്വേഷണ സംഘം എത്തും. ആ വീട്ടിലടക്കം ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ ഈ കേസിൽ പ്രധാനമായും 3 പ്രതികളാണുള്ളത്. ഈ മാത്യൂസ്, ഷർമിള, റൈനോൾഡ്. ഈ റൈനോൾഡ് ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ ഷർമിളയുടെയും മാത്യൂസിന്റെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ റൈനോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങുകയും റൈനോൾഡുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ഈ ഉടുപ്പിയിൽ അന്വേഷണ സംഘം എത്തി ഈ പ്രതികൾ ആഭരണങ്ങൾ, സുഭദ്രയുടെ ആഭരണങ്ങൾ പണയം വെച്ച കടകളിലെത്തി പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. നിലവിൽ ഉടുപ്പിയിൽ മാത്രമല്ല, ആലപ്പുഴയിലും ഈ പ്രതികൾ സുഭദ്രയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അവിടെയടക്കം എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക. ഇന്നലെയാണ് ഈ കൃത്യം നടത്തിയ കലവൂരിലെ ഈ ദമ്പതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നത്. ഈ തെളിവെടുപ്പിനിടയിൽ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് കൃത്യമായി തന്നെ ഈ 2 പ്രതികളും 1ഉം 2ഉം പ്രതികൾ വിവരിച്ച് നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളുമായി അന്വേഷണ സംഘം കർണാടകയിൽ എത്തിയിരിക്കുകയാണ്. പ്രതികൾ സ്വർണം പണയം വെച്ച് ഉടുപ്പിയിലെ കടകളിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.